ഇന്ന് പ്രസ് സ്റ്റോപ്പിൽ ഷിജോ വെട്ടിക്കുഴിയാണ് ചേരുന്നത്. ഷിജോ, തെരഞ്ഞെടുപ്പ് കാലമാണ് എന്ന് മാത്രവുമല്ല, ഇങ്ങനെ നമ്മൾ വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ ഉള്ളൂ ഇനി പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ചൂട് പത്രങ്ങളിലും കാണാനാകുന്നുണ്ടാകും. ഇന്ന് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ളത്? രാഷ്ട്രീയത്തിൻ്റെ ചൂട് കാണാനുണ്ട്. രാഷ്ട്രീയ ചർച്ചകൾ സജീവമായ പത്രങ്ങളിൽ കാണാം. ഇതോടൊപ്പം തന്നെ ആർട്ടമിസ് അടക്കമുള്ള ചരിത്ര സംഭവങ്ങൾ വലിയ പ്രാധാന്യത്തിൽ പത്രങ്ങളിൽ ഇടം പിടിക്കുന്നതായി കാണാം. അല്ലെങ്കിൽ പത്രങ്ങളിൽ മുൻപേജുകളിൽ ഏറ്റവും പ്രാധാന്യത്തിൽ ഇന്ന് കാണാൻ കഴിയുന്നത് ആർട്ടമിസുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മലയാള മനോരമ എടുത്ത് പരിശോധിക്കുമ്പോൾ മനോരമ മുൻപേജ് പൂർണ്ണമായി തന്നെ ആർട്ടമിസ് ദൗത്യത്തിനായി നൽകിയിരിക്കുന്നതായി കാണാം. AI ചിത്രങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ട് വിശദമായി ഈ പദ്ധതി എന്ത്, ഈ ദൗത്യം എന്ത് എന്ന് വിശദീകരിക്കുകയാണ്. അതിന് തലക്കെട്ട് നൽകിയിരിക്കുന്നത് ഏറെ ശ്രദ്ധേയമാണ്. ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന തലക്കെട്ടാണ് ഈ വാർത്തയ്ക്ക് ഇന്ന് മലയാള മനോരമ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. സമീപകാലത്ത് നമ്മുടെ പൊതുമണ്ഡലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാചകം എടുത്ത് ഈ വാർത്തയ്ക്ക് തലക്കെട്ടായി നൽകിയിരിക്കുന്നു. എന്താണ് ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ, ഇത് എത്ര ദിവസം നീണ്ടു നിൽക്കും തുടങ്ങിയ വിവരങ്ങൾ എല്ലാം വിശദമായി മലയാള മനോരമ ഈ വാർത്തയിൽ നൽകി പോകുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. മാതൃഭൂമിക്കും മുൻപേജിൽ പ്രധാനപ്പെട്ട വാർത്തയാണ് ആർട്ടമിസ് 2 വിക്ഷേപിച്ചു എന്നുള്ളത്. വിശദാംശങ്ങളൊക്കെ ഉൾപേജുകളിലേക്ക് എത്തുമ്പോഴാണ് മാതൃഭൂമിയിൽ കാണാൻ കഴിയുന്നത്. അതേസമയം മാതൃഭൂമി മൂൺ വാക്ക് എന്ന തലക്കെട്ടിൽ വലിയ പ്രാധാന്യത്തിൽ മറ്റൊരു വാർത്ത നൽകുന്നതായി കാണാം. നമ്മൾ ഉള്ളടക്കത്തിലേക്ക് കടക്കും മുൻപ് തലക്കെട്ടും അതിൻ്റെ ലേഔട്ടൊക്കെ നോക്കുമ്പോൾ ആർട്ടമിസ് ദൗത്യവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും പക്ഷേ ഇത് പ്രകടന പത്രിക മുന്നണികൾ പുറത്തിറക്കിയതിനെ മുന്നണികളുടെ വാക്ക്, അതാണ് മൂൺ വാക്ക് എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് മാതൃഭൂമി ഇന്ന് നൽകിയിരിക്കുന്നത്. ആ ചിത്രത്തിലേക്ക് എത്താം. ജനഹൃദയം കീഴടക്കാൻ ഹെർട്ടിമിസ് എന്ന ഉപതലക്കെട്ടും ഇതോടൊപ്പം നൽകുന്നുണ്ട്. ഇതിൽ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന് മുന്നണികൾ പ്രഖ്യാപിച്ചതടക്കമുള്ള വിവരങ്ങൾ നൽകി പോകുന്നുണ്ട്. എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ എന്നതടക്കം ഇന്ന് മുൻപേജിൽ നൽകുന്നുണ്ട്. കൂടുതൽ വിശദമായി ഉൾപേജുകളിലേക്ക് എത്തുമ്പോൾ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കാണാം. മലയാള മനോരമ ക്ഷേമ പത്രിക എന്ന തലക്കെട്ടിൽ LDF UDF പ്രകടന പത്രിക പുറത്തിറക്കിയെന്ന് ഉൾപേജിലേക്ക് എത്തുമ്പോൾ നൽകുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുമെന്ന് LDF, ക്ഷേമ പെൻഷൻ ഉറപ്പാക്കാൻ നിയമം നടപ്പിലാക്കുമെന്ന് UDF, കമ്മീഷൻ രൂപീകരിക്കും തുടങ്ങിയ വിവരങ്ങളാണ് ഇതോടൊപ്പം നൽകുന്നത്. ഇതോടൊപ്പം യുദ്ധവും പ്രധാനപ്പെട്ട വാർത്തയാകുന്നുണ്ട്. പത്രങ്ങളുടെ മുൻപേജുകളിലും ഉൾപേജുകളിലും മലയാള മനോരമ തീരാതെ യുദ്ധ ദുരിതം എന്ന തലക്കെട്ടിൽ വാർത്ത നൽകുകയാണ്. ഇറാനെ ശിലായുഗത്തിൽ എത്തിക്കും എന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ വാചകം അടക്കം ഇതോടൊപ്പം നൽകുന്നുണ്ട്. ശത്രു മുട്ടുകുത്തും വരെ തിരിച്ചടിക്കും എന്നാണ് ട്രംപിൻ്റെ ഭീഷണികളോട് ഇറാൻ്റെ പ്രതികരണം. അതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാധ്യമം നോക്കുമ്പോൾ പത്രികാ പ്രകടനം എന്ന തലക്കെട്ടിലാണ് അവർ ഇന്ന് പ്രകടന പത്രിക LDFും UDFും പുറത്തിറക്കിയതിനെ സമീപിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ആർട്ടമിസിനെ നിലാവേ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ആർട്ടമിസ് 2 ചാന്ദ്ര ദൗത്യത്തിന് വിജയകരമായ തുടക്കം എന്നും അരനൂറ്റാണ്ടിന് ശേഷമാണ് മനുഷ്യൻ്റെ ചാന്ദ്ര യാത്ര പുനരാരംഭിച്ചിരിക്കുന്നത് എന്നതടക്കമുള്ള വിവരങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഉൾപേജുകൾ പരിശോധിക്കുമ്പോൾ മാതൃഭൂമി 5-ാം പേജിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും VD സതീശനും തമ്മിലുള്ള വാക്പോര് തുടരുന്നതിൻ്റെ തുടർച്ച ഇന്ന് VD സതീശൻ്റെ പ്രസ്താവന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തരുത് എന്നാണ് സതീശൻ പറയുന്നത്. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്നൊരു പ്രയോഗമുണ്ട്. അതാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പതിവായി ചെയ്യുന്നത് എന്നാണ് VD സതീശൻ പറഞ്ഞു വയ്ക്കുന്നത്. ഉത്തരം ഇല്ലെങ്കിൽ ചോദ്യങ്ങൾ അവഗണിക്കും. SDP ബന്ധത്തെക്കുറിച്ച് ചോദിച്ചാൽ കോപിക്കും. PDP ബന്ധത്തെക്കുറിച്ച് ചോദിച്ചാൽ മിണ്ടില്ല. ഇത്തരത്തിൽ വിമർശിക്കുകയാണ്. പരസ്യ സംവാദത്തിന് സംബന്ധിച്ച ശേഷം സംവാദവേദി ഫേസ്ബുക്കിലേക്ക് മാറ്റിയ ഭീരുവാണ് പിണറായി വിജയൻ എന്ന് കേരളം പറയാതിരിക്കട്ടെ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. കേരള കൗമുദിയുടെ ഉൾപേജിലേക്ക് എത്തുമ്പോൾ മന്ത്രി PA മുഹമ്മദ് റിയാസിൻ്റെ ഒരു അഭിമുഖം കാണാൻ കഴിയുന്നുണ്ട്. കുപ്രചാരണങ്ങൾക്ക് ജനം മറുപടി നൽകും എന്നുള്ളതാണ്. അതിൽ ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവും ശ്രദ്ധേയമാണ്. കേരളത്തിൽ ഒരു സ്ഥാനാർത്ഥിക്കുമെതിരെ ഇല്ലാത്ത വിധം വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്നല്ലോ എന്ന ചോദ്യത്തിന് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഗുസ്തി മത്സരമല്ല, വ്യക്തിപരമായ അധിക്ഷേപം നടത്തേണ്ടവർക്ക് നടത്താം. UDF സ്ഥാനാർത്ഥിയുടെ വ്യക്തി അധിക്ഷേപത്തിൻ്റെ ഏക ഇര ഞാനല്ല, രാഹുൽ ഗാന്ധിയും പാണക്കാട് തങ്ങളും അടക്കം UDF നേതാക്കളും മറ്റ് പ്രമുഖ നേതാക്കളുമൊക്കെ മുൻപ് PV അൻവറിനെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അൻവറിൻ്റെ അധിക്ഷേപത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ് മുഹമ്മദ് റിയാസ് പറയുന്നത്. ചന്ദ്രിക മുസ്ലിം ലീഗിൻ്റെ മുഖപത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ UDFിൻ്റെ പ്രകടന പത്രികയാണ് അവർ
വിശദമായും വിശാലമായും ഒക്കെ നൽകിയിരിക്കുന്നത്. ഹൃദയം തൊട്ട് UDF സമഗ്ര വികസന പദ്ധതികളുമായി പ്രകടന പത്രിക എന്നാണ് ഇതിന് തലക്കെട്ട് നൽകുന്നത്. വീക്ഷണം കോൺഗ്രസിന്റെ മുഖപത്രത്തിലേക്ക് എത്തുമ്പോൾ പുതുയുഗം വരവായി എന്നാണ് അവർ UDFിന്റെ പ്രകടന പത്രികയ്ക്ക് തലക്കെട്ട് നൽകുന്നത്. കൈ നിറയെ മനം നിറയെ എന്ന ഉപതലക്കെട്ടിൽ എന്തൊക്കെയാണ് ഈ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളെന്നും എടുത്തു കാട്ടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആചാര സംരക്ഷണത്തിന് നിയമം എന്നതടക്കമുള്ള കാര്യങ്ങൾ എടുത്തു കാട്ടുന്നു. ദേശാഭിമാനിക്ക് ഉറപ്പ് 3.0 എന്ന തലക്കെട്ടിലാണ് അവർ പ്രകടന പത്രികയെ സമീപിക്കുന്നത്. ഇവിടെ പഠിച്ചാൽ ജോലി ഉറപ്പ്, 50% സ്ത്രീകൾക്കും ജോലി തുടങ്ങിയ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയാക്കും തുടങ്ങിയ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളെല്ലാം എടുത്തു കാട്ടിക്കൊണ്ടാണ് ഈ റിപ്പോർട്ടിനെ ഇന്ന് സമീപിച്ചിരിക്കുന്നത്. സനീഷ്.